പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മളിന്നുള്ളത് ചേടിച്ചേരിയാണ്. ഈ ചേടിച്ചേരി വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ദേശീയ അധ്യാപക പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും സന്തോഷപരമായിട്ടുള്ള കാര്യം, അതൊരു ഇരിക്കൂർ സ്വദേശിയാണ്, ഇരിക്കൂർ GHS സ്കൂളിലെ അധ്യാപകനാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും മാഷിൻ്റെ ഒരുപാട് നാളത്തെ കഠിനാധ്വാനവും എല്ലാം കൊണ്ടാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അധ്യാപകൻ എന്ന നിലയിൽ മാത്രമല്ല പല മേഖലയിലും കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് ഈ സുനിൽ മാഷ്. എന്തായാലും ആ മാഷിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ടും എത്രത്തോളം സന്തോഷമുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് പെട്ടെന്ന് വരാം. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൂടെ മാഷുണ്ട്. മാഷ് ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. എന്താണ് മാഷെ, ഒരുപാട് സന്തോഷമുണ്ടോ? തീർച്ചയായിട്ടും വളരെ വലിയ സന്തോഷം തന്നെയാണ്. കാരണം ഒരു അധ്യാപക സമൂഹത്തിന് ഒരു ആദരം ലഭിക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യം സന്തോഷത്തിലേക്ക് നീങ്ങുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പ്രത്യേകിച്ചും കുട്ടികളിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അവരുടെ ഭാവി തന്നെയാണ്. അതിലൊരു പങ്കുവഹിക്കാൻ സാധിച്ചു. അത് നമ്മുടെ കേരളത്തിന് ഒരു അംഗീകാരം ലഭിച്ചു എന്നുള്ളത് വലിയ സന്തോഷമാണ്. എല്ലാ പ്രാവശ്യമൊന്നും ദേശീയ അധ്യാപക അവാർഡിൽ കേരളം പരിഗണിക്കപ്പെടാറില്ല. ഇത്തവണ ഒരു മലയാളി വന്നു, അത് ഞാനായി എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, പ്രത്യേകിച്ചും ഞാനും എൻ്റെ സമൂഹം ഉൾപ്പെടുന്ന ഒരു വലിയ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഭാഗമായി കാണാൻ സാധിക്കുന്നു. ഇത് അതിൻ്റെ ഒരുപാട് നാളത്തെ ഒരു പ്രയത്നം നമുക്ക് മനസ്സിലാക്കാം. അതെ അതെ. പുരസ്കാരം വന്നപ്പോൾ തന്നെ നമ്മുടെ ഇതിന്റെ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ കമന്റുകളൊക്കെ വായിച്ചു നോക്കി. മാഷിന്റെ ഒരു അഭിനന്ദന പ്രവാഹം എന്ന് പറഞ്ഞാൽ മാഷ് ആരാണെന്ന് ആ കമന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ആളുകളൊക്കെ വിളിക്കുമ്പോഴും മാഷിന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇരിക്കൂറിലെ ആളുകൾക്ക്, ഇരിക്കൂർ GHS സ്കൂളിലെ കുട്ടികൾക്ക്, അതുപോലെ തന്നെ അവിടെ പഠിച്ചുപോയ കുട്ടികൾക്കെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. അതെ, തീർച്ചയായിട്ടും. അതെ, പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഈ ദേശീയ അധ്യാപക അവാർഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്റ്റേജാണ്. അപ്പോൾ എന്നിലൂടെ വ്യത്യസ്തമായ ഉയരങ്ങളിലേക്ക് പോയ കുട്ടികളുണ്ടാവും. നമുക്കറിയാം, ഒരു ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുക എന്നുള്ളതല്ല അധ്യാപകൻ്റെ ഉത്തരവാദിത്വം. ക്ലാസ് മുറിയിൽ രൂപപ്പെടുന്നതിനേക്കാൾ എത്രയോ ഒരു അധ്യാപകനിലൂടെ രൂപപ്പെടുന്ന കുട്ടികളുണ്ടാവും. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഞാൻ അതിരാവിലെ സ്കൂളിൽ പോകുന്ന ഒരാളാണ്. സ്കൂളിൽ പോയ സമയം മുതൽ ഞാൻ സജീവമായിരിക്കും. എൻ്റെ കുട്ടികൾ പ്രത്യേകിച്ചും നോക്കുക മാഷ് എവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും വരക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എഴുതുന്നുണ്ടാവും, അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിലൂടെ പോകുന്നുണ്ടാവും. പല രീതികളും നമുക്ക് ക്ലാസ് മുറിയിൽ നിന്നുള്ള ചില അനുഭവം കുട്ടിക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടായിരുന്നു വരില്ല. പക്ഷേ ഞാൻ മേളകളിൽ, അതുപോലെ തന്നെ ക്രിയാത്മകമായ ഏതെങ്കിലും ഒരു നിർമ്മാണ മേഖലയിൽ, പിന്നെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഒക്കെ പങ്കെടുത്ത ഒന്നിച്ചു പോയ കുട്ടികളാണ് ഇന്നും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ വാളിലൂടെ വന്ന് അവരുടെ സന്തോഷം പങ്കുവെക്കുന്നുണ്ടാവുക. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇരിക്കൂറിൽ ഞാൻ 3 തവണ വന്നൊരു അധ്യാപകനാണ്. 3 തവണ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു അധ്യാപകൻ ഒരു സ്കൂളിലേക്ക് കടന്നു വരിക, അത് അവിടെ നിന്ന് തിരിച്ചു പോവുക, വീണ്ടും അവിടത്തേക്ക് തന്നെ വരിക, അത്രയേറെ സ്നേഹം നൽകുന്ന ഒരു മേഖല, ഒരു ഇടമാണ് ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എനിക്ക് പകർന്നു തന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും അവിടെ പഠിപ്പിക്കുന്ന അവസരങ്ങളിൽ നമുക്കുണ്ടാകുന്ന ചില വെല്ലുവിളികളല്ലാതെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളും കുട്ടികളും ആ ബന്ധപ്പെട്ട രക്ഷിതാക്കളൊക്കെ തരുന്ന സ്നേഹത്തിന് ഒരു അതിർവരമ്പുമില്ല. 33 വർഷമായി അധ്യാപനത്തിൽ. അതിലൊരു 12 വർഷക്കാലം ഞാൻ ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗമായിരുന്നു. ആദ്യം ഞാൻ കാസർഗോഡായിരുന്നു. അവിടെ മലയാളം ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടാണ് സ്കൂൾ പോലും രൂപപ്പെടുത്തിയെടുത്തത് എന്നുള്ളതാണ്. പിന്നീട് ഇവിടെ വെള്ളാടേക്ക് വന്നു. വെള്ളാടിൽ നിന്ന് കൊയ്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വന്നു. എൻ്റെ ആദ്യത്തെ ഹൈസ്കൂൾ ജീവിതം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 5 വർഷക്കാലത്തോളം കൊയ്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. പിന്നീടാണ് ഞാൻ വീണ്ടും ഇരിക്കൂറേക്ക് വരുന്നത്. ഇപ്പോൾ പുഴാതി ഗവൺമെൻറ് UP സ്കൂളിൻ്റെ പ്രഥമാധ്യാപകനാണ്. അവിടെയും ഇരിക്കൂറിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്ത ഒരു ചുറ്റുപാടാണ്. എന്നെ അറിയുന്ന നാട്ടുകാർക്കറിയാം, എന്നെ അറിയുന്ന അധ്യാപകർക്കറിയാം.
എന്നെ അറിയുന്ന കുട്ടികൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെ പ്രഥമാധ്യാപകനാവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അധ്യാപനത്തിൻ്റെ ഒരു ഭാഗം മാത്രമായി കാണുകയാണ്. ഞാനിപ്പോഴും പ്രഥമാധ്യാപകനാകുമ്പോഴും എൻ്റെ ഉള്ളിലെ അധ്യാപകൻ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു അവാർഡ് സമയത്ത് ഞാൻ ഒരു ക്യാൻവാസിലൂടെ എൻ്റെ കുട്ടികളെയോ അല്ലെങ്കിൽ എൻ്റെ രക്ഷിതാക്കളെയോ എൻ്റെ അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരെയോ ഒക്കെ തന്നെയാണ് ഞാൻ കാണുന്നത്. അതെ, നിലവിൽ മാഷിന് പുരസ്കാരം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് അത് GHS ഇരിക്കൂർ സ്കൂൾ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പം ആ സ്കൂളിൽ നിന്ന് മാഷ് ഇറങ്ങുമ്പോൾ വേറെ സ്കൂളിലേക്ക് ഇപ്പോൾ പ്രധാന അധ്യാപകനായിട്ടുണ്ട്. ആ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാഷിന് വിഷമം തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് പറയാനുള്ളത്, ഞാനൊരു 12 വർഷക്കാലം എന്ന് പറഞ്ഞ ഒരു വ്യാഴവട്ടം എന്നല്ലേ നമ്മളെ സൂചിപ്പിക്കുക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരു പടിയിറക്കം എന്ന് പറയുമ്പോൾ ഒരു വലിയ വിഷമം. എന്നോട് പറയും എല്ലാവരും, പിന്നെ മാഷേ പോണ്ടാന്ന്. നമ്മൾ പണ്ട് മാഷേ പോകല്ലേ എന്നുള്ള ഒരു സ്ഥിരമായൊരു പല്ലവി ഉണ്ടല്ലോ. പക്ഷെ അതിൽ നിന്നൊക്കെ അപ്പുറത്ത് നമുക്ക് കുട്ടികളുടെ ചില സ്നേഹം അറിയാതെയോ അല്ലെ അറിഞ്ഞോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അത് പിന്നെ സ്കൂളിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിലോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പല ഘട്ടങ്ങളിലൂടെയോ എവിടെയൊക്കെയോ പിന്നെ ഒന്ന് സ്പർശിക്കാൻ സാധിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സ്കൂളിൻ്റെ ചുമരുകളിൽ ഇന്നും ഞാനുണ്ട്, സ്കൂളിൻ്റെ അകത്തളങ്ങളിലുണ്ട്. അവിടെ ഒരുപാട് വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എന്നെ അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു ടീം ആ ഇരിക്കൂർ സ്കൂളിലുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ പ്രിയപ്പെട്ട സുനേഷ് മാഷ്, അതുപോലെ വത്സലൻ മാഷ്, രമേശൻ മാഷ്, പിന്നെ ബിജു മാഷ്, അങ്ങനെ തുടങ്ങി ഒരു നീണ്ട നിര എനിക്കവിടെ ഉണ്ട്. ഒരു ടീംഷിപ്പ് അവിടെ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ എൻ്റെ ഓഫീസ് സ്റ്റാഫായിരുന്ന പ്രിയപ്പെട്ട ശ്രീജിത്ത് ഉണ്ട്, അതുപോലെ പ്രിയപ്പെട്ട പ്രിയേഷ് ഉണ്ട്. പിന്നെ പേര് ഞാൻ ഇവിടെ പരാമർശിച്ചിട്ടില്ലെങ്കിലും എന്നെ ഞാനാക്കിയിട്ടുള്ള ഒരുപാട് അധ്യാപകർ അവിടെയുണ്ട്. ശൈല ടീച്ചറായാലും മുൻപത്തെ പിന്നെ ഹെഡ് മിസ്ട്രസ്, എനിക്ക് തൊട്ട് മുമ്പേ ഉണ്ടായിരുന്ന എന്നെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പ്രിയപ്പെട്ട അഷ്റഫ് മാഷ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് മാഷെക്കുറിച്ചാണ്. വളരെ സൈലൻ്റായി നിന്നുകൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങളെ കാണുകയും എന്നെ അനുഗ്രഹിച്ച് വിടുകയും ചെയ്തൊരു മാഷ് തന്നെയാണ് മാഷിപ്പോൾ വയനാട്ടിലാണുള്ളത്, ആവളയിൽ. മാഷിനും ഞാൻ ഈ ഒരു അവാർഡ് സമയത്ത് ഓർമ്മിക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നൊരു അവാർഡ് സംഭവിക്കില്ല. ഞാനൊക്കെ ഗുരുജ്യോതി പുരസ്കാരം കിട്ടുന്ന സമയത്ത് പോലും മാഷിൻ്റെ ഒക്കെ ഒരു കയ്യൊപ്പ് ഞാൻ ഓർമ്മിക്കുകയാണ്. പിന്നെ അതുപോലെ ഓരോ സമയം നമുക്കറിയാലോ, ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഒരു നിമിഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നേരം കൊണ്ടോ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, പിന്നെ മാഷേ ഏതാന്നാ കിട്ടിയ അവാർഡ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഏതാ അവാർഡ് എന്ന് അറിയാറില്ല. പിന്നെ ചിലതൊക്കെ നമ്മൾ തേടിയെത്തും, ചിലതൊക്കെ നമ്മൾ ഇടപെട്ട് പിന്നെ നമ്മളാ പിന്നെ പ്രയത്നം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ തേടി വരാറുള്ളൂ. ഈ ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. അധ്യാപകൻ എന്നതിലുപരി മാഷ് പല മേഖലയിലും കയ്യൊപ്പ് പതിച്ചിട്ടുണ്ട്. ഏതെല്ലാം മേഖലയാണ് ആ ഒരു മേഖല? യെസ്, എൻ്റെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഞാൻ ഒരു കലാമേഖല, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് കലാമേഖല. ഞാൻ ഒരുപാട് ചിത്രങ്ങൾ വരക്കുന്നതും അതുപോലെ തന്നെ ആർട്ട് വർക്കിൽ, ഞാൻ സിനിമാ മേഖലയിൽ കലാസംവിധായകനായിട്ട്, അതുപോലെ തന്നെ ഡോക്യുമെൻ്ററികളിൽ, പിന്നെ ഷോർട്ട് ഫിലിമുകളിൽ ഞാൻ പ്രവീൺ കടക്കാവൂരിനോടൊപ്പമൊക്കെ അമ്മ അറിയാതെ ഒക്കെ ചെയ്ത പ്രവീൺ കടക്കാറിൻ്റെ ഒപ്പമൊക്കെ ഒരുപാട് നാൾ വർക്ക് ചെയ്താണ്, ഒന്നിച്ച് വർക്ക് ചെയ്തു. അതുപോലെ ഫിലിം ഗൈഡൻസ് സൊസൈറ്റി ഓഫ് കേരളയുടെ ഭാഗമായിട്ട് ഞാൻ അതിൻ്റെ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ 2013 തിക്കുറിശ്ശി പുരസ്കാരം കലാസംവിധാന മേഖലയുമായി ബന്ധപ്പെടുത്തി എനിക്ക് ലഭിക്കുകയുണ്ടായി. പിന്നെ എൻ്റെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് എൻ്റെ എഴുത്താണ്. എഴുത്തിൽ ഞാൻ വെയിൽവരവ് എന്ന ഒരു പുസ്തകം എഴുതി. അതോടൊപ്പം തന്നെ ആ പുസ്തകം വരക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ രാമായണ പുരസ്കാരം നേടി. അപ്പോൾ അത് സാരായനം എന്നൊരു കവിതയിലൂടെയാണ് സംസ്ഥാന തലത്തിൽ പുരസ്കാരം നേടാൻ കഴിഞ്ഞത്. ഇപ്പോഴും എഴുത്തും അതുപോലെ തന്നെ വായനയും രചനയും എൻ്റെ ഒരു ബലമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു അധ്യാപകനാകുമ്പോൾ എന്തു പറഞ്ഞാലും നമ്മൾ ഒരു സാമ്പാർ വെച്ചാൽ മാത്രം പോരാ, ഒരു സദ്യയുടെ ഭാഗമാവണം എന്നാണ് എനിക്ക് അധ്യാപക സമൂഹത്തോട് പറയാനുള്ളത്. കാരണം നമ്മളൊരു തൊടുകുറിയായിട്ട് അല്ലെങ്കിൽ തൊടുകറിയായിട്ടോ മാത്രം മാറിയാൽ പോരാ, എല്ലാം ചേരുമ്പോഴാണ് ഒരു അധ്യാപകനാവുന്നത്. ആ ധകാരം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഉറച്ചുച്ചരിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ ഉറച്ച ഒരു ചിന്താഗതിയുടെ ഭാഗമാകണം. അല്ലെങ്കിൽ നമ്മൾ ആദ്യവസാനം ആയിട്ട് നമ്മൾക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മാഷ് SPC പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും SPCയുടെ അധ്യാപകനായിട്ട് 3 വർഷക്കാലം ഇരിക്കൂറിൻ്റെ ഭാഗമായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് എന്നോട് ആ സമയത്തുണ്ടായിരുന്ന പ്രിയപ്പെട്ട മുരളി മാഷ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാ സുനിലെ ഇങ്ങനെ ഒരു സാഹിത്യമൊക്കെ ഉള്ളിലുണ്ടാകുമ്പം ഒരു പോലീസ് വേഷം അണിയാൻ പറ്റുകയെന്ന്.
ഞാൻ ഉദ്ദേശിക്കുന്ന അത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും ഏതാണോ യൂണിഫോം, ആ യൂണിഫോം മറ്റൊന്നിലേക്ക് നമ്മൾ പരിണമിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. യൂണിഫോം തന്നെയാണ് ഒരാളെ നമ്മൾ മാറ്റിയെടുക്കുന്നത്. ഞാനിപ്പോൾ സ്കൗട്ടിംഗ് മേഖലയിൽ ഇപ്പോൾ നിലവിൽ കണ്ണൂർ ജില്ലയുടെ കമ്മീഷണറാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയുടെ കമ്മീഷണറാകുമ്പം ആ യൂണിഫോം എന്നെ ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കുന്നത്. അത് ഭംഗിയായി ചെയ്യാൻ പറ്റി. സാധാരണ പറയാറില്ലേ, ഒന്നും പറയിപ്പിക്കാതെ മുന്നോട്ട് പോകണം. അങ്ങനെ പറയിപ്പിക്കാതെ നല്ലത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ സാധിച്ച 2 വേഷങ്ങളാണ്. പ്രത്യേകിച്ചും SPCയുടെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറാണ്. അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാനും ഇന്നും എൻ്റെ കുട്ടികൾ, പ്രത്യേകിച്ചും ആ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് വലിയ സന്തോഷമാണ്. അതിരാവിലെ എഴുന്നേറ്റ് സ്കൂളുകളിൽ പോകും. അപ്പോൾ കൂടുതൽ പ്രാധാന്യം സ്കൂളുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ എങ്ങനെ സാധിക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. യെസ്, തീർച്ചയായിട്ടും അത് ഒരു നല്ല ചോദ്യമാണ്. നമുക്കൊക്കെ എല്ലാവർക്കും ഉള്ളതുപോലെ ദിവസത്തിന്റെ സമയങ്ങളിലൊന്നും മാറ്റമില്ല. പക്ഷെ നമ്മൾ അതിനൊരു പ്രയോറിറ്റി നിശ്ചയിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ഒരു വ്യക്തിത്വം രൂപപ്പെടുക എന്ന് വിചാരിക്കുക. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പല സമയങ്ങളിലും ആ തരത്തിലുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. രാവിലെ ഇപ്പം ഞാനൊരു 8:15 എൻ്റെ ഒരു നോർമലി സ്കൂളിലെത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന സമയം. അപ്പോൾ സ്കൂളിലെ കാര്യം. പിന്നെ വീട്ടിലാണെങ്കിൽ ഞാനും വൈഫ് ടീച്ചറാണ്. 2 കുട്ടികളും ഇപ്പം കോളേജിൽ ആണല്ലോ. മൂത്ത മോള് PG ക്കാണ്, മറ്റോള് UG ആണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളിൽ ഞാൻ അച്ഛനാണ്. ഭാര്യയുടെ കാര്യങ്ങളിലാകുമ്പം ഞാൻ ഹസ്ബൻഡാണ്. അപ്പം വീട്ടിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഭാര്യ ഞാൻ പരമാവധി കെയർ ചെയ്ത നമ്മുടെ വീട്ടുകാര്യങ്ങളിൽ ഒക്കെ അത്യാവശ്യം ഇടപെടാൻ പറ്റുന്നു. അടുക്കളയിലായാലും ഒക്കെ എൻ്റെ ഒരു ചെറിയൊരു സമയം ഞാൻ അവിടെ ചിലവഴിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. നാട്ടിലെ അത്യാവശ്യം ഈ പറയുന്ന പോലെ ആ രീതിയിലും അത് ആ സമയത്ത് വന്നു ചേരുന്നതാണ്. നമ്മൾ ഈ സമയമില്ല എന്നൊക്കെ പറയുന്നതിനൊക്കെ അപ്പുറത്ത് സമയത്ത് നമ്മുടെ കൈകളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്കോ ഒരു മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് സമയം വിജയിക്കുക, നമ്മളും വിജയിക്കുക. എങ്ങനെയാണ് സിനിമാ മേഖല പ്രയാസമാണോ? ഒരുപാട് ആളുകൾ സിനിമയിലെത്താനും അതുപോലെ തന്നെ അതിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതെ, അപ്പോൾ അതിൻ്റെ ഒരു തീർച്ചയായിട്ടും വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ രൂപപ്പെടുത്തുന്നതിൽ ചില അധ്യാപകർക്കുണ്ടായ റോളുകളാണ് എന്നെ യഥാർത്ഥത്തിൽ സിനിമയിലേക്ക് എത്തിച്ചത്. ഞാൻ 1991-93 കാലഘട്ടത്തിലാണ് TTC അധ്യാപക പരിശീലന കേന്ദ്രത്തിലേക്ക് എത്തുന്നത്. നല്ല മാർക്കോടുകൂടി SLC പാസ്സാവുകയും ടാഗോർ വിദ്യാനികേതനിലാണ് പഠിച്ചത്. അതിനുശേഷം ഉള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയുന്ന പോലെ 2 വർഷക്കാലത്തെ TTC ജീവിതം. അപ്പോൾ ആ ജീവിതം എന്ന് പറയുമ്പോൾ അവിടെ എന്നെ ഡ്രോയിങ് പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ എന്നിലെ ചില വാസനകൾ കണ്ടിട്ടുണ്ടാകും. സുനിലെ, ഇവിടെ ഒരു കൊച്ചു ഭൂമി കുലുക്കം എന്ന് പറയുന്ന ശ്രീനിവാസൻ്റെ പടം ഇവിടെ ഷൂട്ടിങ് ഉണ്ട്. ഞാൻ തിരുവല്ല ഡയറ്റിലാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് ആ ഷൂട്ടിംഗ് കേന്ദ്രത്തിലേക്ക് എന്നെ എത്തിക്കുകയും ആ ഒരു രംഗം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു കലാസംവിധാന മേഖല വർക്ക് ചെയ്യുന്നത്, അതിലെന്തെങ്കിലും ഒരു ചിത്ര രചനയിലോ അല്ലെങ്കിൽ ഒരു നിർമ്മാണ മേഖലയിലോ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ എനിക്ക് ഒരു ചെറിയ സമയം എനിക്ക് പരിശോധിക്കാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ സിനിമാ മേഖല എൻ്റെ കൂടി മേഖലയാണെന്ന് മനസ്സിലാക്കുകയും അത് മറ്റൊരവസരം വരുന്ന സമയത്ത് ഞാൻ ഫിലിം ഗൈഡൻസ് സൊസൈറ്റിയുമായി ബന്ധപ്പെടുകയും അങ്ങനെ ഫിലിം ഗൈഡൻസ് സൊസൈറ്റിയിലൂടെയാണ് ഞാൻ കലാസംവിധാന മേഖലയിലേക്ക് കടക്കുന്നത്. അങ്ങനെ മലയാള സിനിമയിലെ കാരണവർ എന്ന തിക്കുറിശ്ശിയുടെ ഡോക്യുമെൻ്ററി ചെയ്യുന്നതിൽ TP ശാസ്ത്രമംഗലത്തിൻ്റെ രചനയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനും ഒക്കെ എനിക്ക് കഴിഞ്ഞു. അത് വലിയൊരു സന്തോഷം തന്നെയാണ്. പലപ്പോഴും പറയുന്ന പോലെ പിന്നണിയിൽ നിൽക്കുമ്പോഴാണ് മുന്നണിയിലേക്ക് പോകാൻ പറ്റുക. അപ്പോൾ എന്നാൽ വേണമെങ്കിൽ നമുക്ക് അഭിനയിക്കാം, വേണമെങ്കിൽ നമുക്ക് മേക്കപ്പ് മേഖലയിൽ പോകാം. അങ്ങനെ ഞാൻ മേക്കപ്പ് മേഖല ഒരു സമയത്തിൽ തിരഞ്ഞെടുത്തു. ആ സമയത്താണ് എനിക്ക് നമ്മുടെ മുത്തശ്ശൻ നമ്പൂതിരിയെ മേക്കപ്പ് ചെയ്യാൻ അവസരം കിട്ടി. അതെല്ലാം ഒരു ജീവിത ഭാഗ്യമാണ്. 21ാമത്തെ വയസ്സിലാണ് ഞാൻ മുത്തച്ഛൻ നമ്പൂതിരിയെ മേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ അമ്മാവൻ കലാസംവിധാന മേഖലയിലുണ്ട്, ബാലകൃഷ്ണൻ കൈതപ്പുറം. അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു പിന്തുണ എനിക്കുണ്ട്. അച്ഛൻ ഏറ്റവും മികച്ചൊരു ചിത്രകാരനാണ്. ഡ്രോയിങ് മാഷായിട്ടാണ് അച്ഛൻ്റെ അധ്യാപന ജീവിതം ആരംഭിച്ചത്. അച്ഛൻ എന്നൊക്കെ കിട്ടിയ ഒരു വലിയ കടാക്ഷം തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു മേഖലയിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ പഠിച്ചത് അച്ഛനിൽ നിന്നായിരിക്കും. അവാർഡിന് പരിഗണിക്കുന്നതിന് മുമ്പ് സുനിൽ മാഷ് എല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ ഈ പ്രാദേശിക തലത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു പങ്ക് അത് വലുതായിരുന്നു മാഷിൻ്റെ ഒരു തീർച്ചയായിട്ടും അത് ഉണ്ടാവുമല്ലോ. ഞാനിപ്പോൾ എൻ്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തിട്ടാണ് പ്രിയപ്പെട്ട സുകുമാരൻ പെരിയച്ചൂർ മാഷ് എന്നോട് പറഞ്ഞു, ഇനി സോഷ്യൽ മീഡിയയിൽ നിന്ന് എഴുതേണ്ട സുനിലെ, അതിങ്ങ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ വകയാണ് ആ കൈരളി ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ചത്. അതുപോലെ തന്നെ ഈ ഇത്തരത്തിലെ സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഇത്തരം എന്നെ ഈ ഒരു സമൂഹത്തോട് ചേർത്ത് നിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്.
പ്രത്യേകിച്ചും കുട്ടികൾ. നമുക്കറിയാലോ, ഇന്നത്തെ തലമുറയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമ്മൾ അവരുടെ ഭാഗമാവുകയുള്ളൂ. ജൻസികളോട് കൂടെ തന്നെയാണ് ഞാനുള്ളത്. അല്ലാതെ ഒരു തലമുറ മാറ്റം നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു അധ്യാപകന് ഇന്ന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ കുട്ടികളൊക്കെ ഒരുപാട് ആഗ്രഹമുള്ളവരാണ്. അപ്പൊ അവരൊക്കെ വിചാരിക്കുന്നത് എന്തായാലും എല്ലാ ഒരു സംഭവത്തിനും പ്രയത്നം അത്യാവശ്യമാണ്. അതെ, തീർച്ചയായിട്ടും. ഞാൻ കുട്ടികൾക്ക് ഒരു മലയാള അധ്യാപകൻ മാത്രമല്ല, കുട്ടികൾക്ക് ഒരു പ്രചോദനം നൽകുന്ന ഒരു അധ്യാപകനാവണമെന്ന് ആഗ്രഹിച്ചാണ്. എനിക്ക് തോന്നുന്നത്, ഞാൻ പഠിപ്പിച്ച കുട്ടികളോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ പറയും, എന്നെ മാഷ് പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ മാഷ് എന്നോട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഒരു അധ്യാപകൻ്റെ വർത്തമാനത്തിൽ ആ കുട്ടിയുടെ ഭാവി ഉണ്ടാവണം, അല്ലേ? വർത്തമാനത്തിൽ നിന്ന് ഭാവിയിലേക്കുള്ളൊരു ഒരു ചുവടുവെപ്പാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ ഭൂതത്തെ കുട്ടിക്ക് നൽകി അവൻ്റെ വിഷമതകളെ കാണുകയല്ല, അവനൊരു പ്രതീക്ഷയുടെ വർത്തമാനം കൊടുക്കുവാനും ഒരു വെളിച്ചം പകരാനും സാധിക്കുമ്പോഴാണ് അധ്യാപകൻ ഒരു പൂർണ്ണനാവുന്നത്. അതിലേക്കുള്ളൊരു വഴി ഈ ഒരു അവാർഡ് എനിക്ക് തരികയും ഒരു വലിയ ഉത്തരവാദിത്തം എന്നിൽ ഏൽപ്പിക്കുകയുമാണ് കേരളം ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഒരു മലയാളി ആയതിൽ അഭിമാനിക്കുന്നു, ഒരു അധ്യാപകനായതിൽ അഭിമാനിക്കുന്നു. ഇനി മാഷിന് ഒരുപാട് പുരസ്കാരങ്ങൾ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും പുരസ്കാരങ്ങൾ എന്നതിലുപരി ഒരു അംഗീകാരത്തിൻ്റെ ഒരു ചേർത്ത് വെക്കൽ ഞാൻ എന്തായാലും ഇനി അങ്ങോട്ട് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. എനിക്ക് അത് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒക്കെ നിലവിലുള്ള പുരസ്കാരത്തിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണിത്. ഞാനിത് കഴിഞ്ഞ് വരുന്ന വേളയിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ദേശീയ അധ്യാപക അവാർഡിൻ്റെ വിവരം അറിയുന്നത് തന്നെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉയരുമ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഉയരും, എൻ്റെ വിദ്യാലയം ഉയരും. ഇന്ന് ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ പ്രവർത്തിച്ചതുമായ എല്ലാ മേഖലകളിലും അതിൻ്റെ ഒരു ബഹിർസ്ഫുരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ സന്തോഷങ്ങളും എൻ്റെ ചുറ്റുവട്ടങ്ങളിലേക്ക് ഞാൻ പങ്കുവെക്കുകയാണ്. എന്തായാലും മാഷിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു കണ്ടു. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മേഖലയിൽ മാഷിൻ്റെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയങ്ങളെല്ലാം മാഷ് പ്രയത്നിച്ചിട്ടുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് മാതൃകയാണ്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാഷ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ മാഷിനെ തേടിയെത്തും എന്നതാണ് പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജാനെറ്റ്.